ഇനി നമുക്ക് പാലക്കാട്ടേക്കാണ്. അവിടെ പരുതൂർ കുളമുക്കിൽ വെളിച്ചപ്പാട് തുള്ളുന്നതിനിടെ കാഞ്ഞിരക്കായ കഴിച്ച് യുവാവ് മരിച്ചു. കുളമുക്ക് സ്വദേശി ഷൈജു ആണ് മരിച്ചത്. ആചാരമായ ആട്ടത്തിനിടെ ലഭിച്ച കാഞ്ഞിരക്കായ കഴിക്കുകയായിരുന്നു. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു. ജി പ്രസാദ് കുമാർ ചേരുന്നു. പ്രസാദ്, വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, വെളിച്ചപ്പാട് തുള്ളി അതിൻ്റെ ഒരു ലഹരി അദ്ദേഹം നിൽക്കുന്ന സമയത്ത് ലഭിച്ച കാഞ്ഞിരക്കുരു കായായിരിക്കാം അത് കഴിച്ചു പോകുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? എങ്ങനെയായിരുന്നു അത് സംഭവിച്ചത്? മാഷെ, ഇന്നലെയാണ് ഈ സംഭവം. അവിടെ ഈ ഞാങ്ങാട്ടിൽ ഇവിടെ കുടുംബം ഒരു 15ഓളം കുടുംബം, ഏതാണ്ട് 500ഓളം പേരുണ്ടാകും. എല്ലാം മക്കൾ, പേരക്കുട്ടികൾ, അങ്ങനെ എല്ലാവരും കൂടി ആകുമ്പോൾ അത്രയും പേരുണ്ടാകും. അവിടെ എല്ലാ വർഷവും ഇനി ആട്ടം എന്നുള്ള ഒരു കുടുംബ സമ്മേളനം പോലെ അല്ലെങ്കിൽ ഒരു പൂജ നടക്കാറുണ്ട്. അതിപ്പോൾ അതിൽ വെളിച്ചപ്പാടത്തുള്ളുണ്ട്. ഹനുമാൻ സ്വാമിയെ ആവാഹിച്ചുകൊണ്ട് വെളിച്ചപ്പാടിൻ്റെ തുള്ളുണ്ട്. അപ്പോൾ വെളിച്ചപ്പാടിന് ഈ ഫലമൂലാദികൾ കൊടുക്കുന്നുണ്ട്. അതിൽ കാഞ്ഞിരക്കായും ഉണ്ട്. ആചാരത്തിൻ്റെ ഭാഗമായിട്ട് കാഞ്ഞിരക്കായും വെക്കാറുണ്ട്. സാധാരണ വെളിച്ചപ്പാടായി തുള്ളുന്നവർ അത് കടിച്ചുകയും കയ്പുമ്പോൾ തുപ്പിക്കളയും ചെയ്യും. പക്ഷേ ഈ ഷൈജു ഈ 3 കാഞ്ഞിരക്കായകൾ കഴിച്ചു എന്നാണ് കൂടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. പക്ഷേ അദ്ദേഹം ആരും ശ്രദ്ധിച്ചില്ല. അത് 3 എടുത്തപ്പോൾ തുപ്പിക്കളഞ്ഞിട്ടുണ്ടാവുന്നതാണ് എല്ലാവരും ധരിച്ചു. പക്ഷേ ഷൈജു തുപ്പിക്കളഞ്ഞില്ല. അങ്ങനെ അത് കഴിഞ്ഞു. ഈ ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുളിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത തോന്നി. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും അവിടെ എത്തുമ്പോഴേക്കും മരിച്ചു എന്നാണ് വിവരം. എന്തായാലും തൃത്താല പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഇൻക്വസ്റ്റ് നടപടികൾ എടുക്കുകയാണ്. CI ആയിട്ട് സംസാരിച്ചത്. പക്ഷേ ഇത് വീട്ടുകാർ അങ്ങനെ കാഞ്ഞിരക്കായ ഒന്നും കഴിച്ചില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പക്ഷേ കാഞ്ഞിരക്കായ കഴിച്ചിട്ടാണ് മരണമെന്നാണ് പ്രാഥമികമായ പോലീസിൻ്റെ വിലയിരുത്തൽ. മാർഷൽ.